പറഞ്ഞിട്ടാണ് മെയിനായിട്ട് കമൻറ്റ്. അതിൽ തുടക്കത്തിലൊക്കെ പറയുന്നുണ്ട് ഒരു കാലത്ത് എന്തായിരുന്നു, പിന്നെ നിങ്ങളെ ഫാമിലി എന്തൊരു ചേർച്ചയായിരുന്നു, എന്തൊരു എന്താ പറയുക, പിന്നെ സ്നേഹമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സ്നേഹത്തിനൊന്നും ഒരു കുറവും വന്നിട്ടില്ല. പിന്നെ അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വ്ളോഗിൽ പറയാം. ഓക്കെ, ഇരുന്നിട്ട് പറഞ്ഞല്ലോ, അതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ ജു എന്തൊക്കെയാണ് കമന്റ് ബോക്സിൽ വന്ന് പറ. വീട് മാറാനുള്ള കാരണം പിന്നെ ഈ വീടിന് എത്ര റെന്റ്? വീടിന് എത്രയാണ് റെന്റ് പറഞ്ഞെടുത്തേ? വീടിന് ഒരു മാസത്തിന് വരുന്നത് 20,000 ആണ് കേട്ടോ, റെന്റായിട്ട് വരുന്നത്. ഫുൾ ഫർണിച്ചർ ഒക്കെ എല്ലാ സൗകര്യങ്ങളും ഇൻക്ലൂഡഡ് ആണ്. അത് ചിലർക്ക് കൂടുതലായിട്ട് തോന്നാം, ചിലർക്ക് കുറവായിട്ട് തോന്നാം. പിന്നെ ഇതിൽ ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ജുബി ബാസി വ്ളോഗ്, ഇവരെ കുറിച്ച് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. നല്ല അടിപൊളി ചാനലാണ്, ഞാൻ എപ്പോഴും വരുന്ന ചാനലൊക്കെ കാണുന്നതാണ്, നല്ല സൂപ്പർ ചാനലാണ്. അപ്പോൾ ഇവർ ഫാമിലിയൊക്കെ ആയിട്ട് ഒന്നിച്ച് ഇരുന്ന് നല്ല അടിപൊളിയായിട്ട്, ഇവരുടെ പപ്പയാണ് മെയിൻ. പപ്പയെക്കുറിച്ച് എപ്പോഴും അതിലൊക്കെ പറയാറുണ്ട്, നല്ല അടിപൊളിയാണ് പപ്പ. അതുപോലെ തന്നെ സിവു ആണെങ്കിലും പപ്പാനെ ഭയങ്കര ഇതാണ്. അവരുടെ വീഡിയോസൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഇതാണ്. അപ്പോൾ ഇവർ താമസം മാറി, ഇപ്പോൾ വേറൊരു വീടെടുത്ത്, സ്വന്തം വീടല്ല വാടക വീടെടുത്ത് മാറി. അപ്പോൾ അതിന് അടിയിൽ കുറേ പേര് വന്ന് കമൻ്റ് ഇടുകയാണ്, നിങ്ങൾ എന്താണ് പപ്പായും മമ്മായും ആയിട്ട് അടിച്ചു പിരിഞ്ഞോ, അങ്ങനെയാണോ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് ഇവർ നിരന്തരം കമൻറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അത് ഞാനും അതിൽ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മളൊരു ഫാമിലി ആയിട്ട് ഇരുന്ന് നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ കുഞ്ഞായി കഴിഞ്ഞ 1 വർഷം അല്ലെങ്കിൽ 2 വർഷമൊക്കെ കഴിഞ്ഞിട്ടൊന്ന് മാറുകയാണെങ്കിൽ അതിനിപ്പോൾ ഉടനെ ഇങ്ങനെ എന്താണ് പറയണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പോൾ പ്രണവ് പ്രവീണിനെ പോലെ എല്ലാവരും ആവും, അവർക്ക് അവരുടേതായിട്ടുള്ളൊരു സ്വാതന്ത്ര്യം വേണം. അപ്പോൾ ചിലപ്പോൾ കുറച്ച് മാറി ഇരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് മെച്ചൂർഡൊക്കെ ആവണമെങ്കിൽ നമ്മൾ മാറി താമസിക്കുന്നതായിരിക്കും നല്ലത്. എപ്പോഴും പാപ്പാൻ്റെ ഉമ്മാൻ്റെ കൂടി ഇരിക്കുന്ന സമയത്ത് ആ ഒരു അതിൽ മാത്രം ഒതുങ്ങിക്കൂടും, കൂടുതലായിട്ടൊന്നും ചെയ്യാനോ അതിനൊന്നും മുതിരില്ല. അവരുണ്ടല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ തന്നെ മുന്നോട്ട് പോകും. ഇതിപ്പോൾ ഇവർ മാറിയെങ്കിൽ അത് മാറിയതിന് അത്രയും നല്ല ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എപ്പോഴും ഒരു ഫാമിലി എല്ലാവരും കൂടി ഇരിക്കണമെന്നൊന്നുമില്ലല്ലോ. ഇപ്പം മാറി താമസിച്ച് വല്ലപ്പോഴും അവരൊക്കെ വരിക, ഇങ്ങോട്ട് വരിക, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുക, അതൊക്കെ ഒരു രസമല്ല. ഒരു മോനാണെങ്കിലും അല്ലെങ്കിൽ 2 മോനാണെങ്കിലും, ഇതിപ്പോൾ ഒറ്റ മോനാണ്, ഒരു മോനും ഒരു മോളുമാണ്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് മാറാറില്ല. പക്ഷേ അവരുടേതായിട്ടുള്ളൊരു ഫ്രീഡത്തിന് വേണ്ടിയിട്ട് മാറി. അവിടെയും ഫ്രീഡം ഇല്ല എന്നല്ല പറയണത്, അവർ മാറി. അതിനിടയിൽ വന്നിട്ട് ഇങ്ങനെ കുറേ കമൻസും കാര്യങ്ങളും കണ്ടു. അപ്പോൾ അതിനെതിരെ അവർ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വരാട്ടോ, ഒന്ന് കേട്ട് നോക്കൂ. എന്തുകൊണ്ടാണ് ഞങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയത് കേട്ടോ? ഞാൻ ഇട്ടൊടുത്തതല്ല, അങ്ങനെയാണ് കമന്റ് ബോക്സിൽ നമ്മൾ എന്തുകൊണ്ടാണ് വീട്ടിൽ നിന്ന് പുറത്താക്കിയതെന്നാണ് ഇപ്പൊ എല്ലാവർക്കും അതായത് അങ്ങനെ ഒരു സംഭവം ഞാൻ നോക്കലുണ്ട്, അതുകൊണ്ടാണ് ഞാനത് കണ്ടത്. എനിക്ക് തോന്നുന്നത് വേറെ ഏതൊക്കെ വ്ളോഗേഴ്സ് പിന്നെ നമ്മളെ എന്താണ് വീട്ടിൽ നിന്ന് പുറത്താക്കാൻ കാരണം എന്നുള്ള ടൈറ്റിൽ ഇട്ടിട്ട് അയച്ചു തന്നു. സോ അതിന്റെ ആയിരിക്കും കമന്റ് ബോക്സിൽ ചോദിക്കാൻ എല്ലാവർക്കും കാരണം. ഞങ്ങൾ ആരും വീട്ടിൽ നിന്നും പുറത്താക്കിയിട്ടില്ല. പിന്നെ അതിന്റെ കമന്റ് ബോക്സിൽ തന്നെ ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നു ഒരു 90% പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ ഞാൻ കണ്ടത്. അതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ നമ്മൾ മാറി അങ്ങനെ താമസിക്കുമ്പോൾ, അതായത് ഇതുപോലെ നമ്മൾ മാറി താമസിക്കുമ്പോൾ നമുക്ക് കൂടുതൽ മെച്യൂരിറ്റി കാര്യങ്ങൾ വരും ലൈഫിൽ. അതായത് ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പൊ നിൽക്കുന്ന അടുക്കളയിലാണ് ഏറ്റവും വലിയ മെച്യൂരിറ്റി തന്നെ. അതായത് എന്റെ വീട്ടിൽ ഇന്നേ വരെ അടുക്കളയിൽ ഒരു പ്രാവശ്യം പോലും ഒന്നും ഉണ്ടാക്കാൻ കയറി ഞാൻ കണ്ടിട്ടില്ല. സത്യമില്ല, നോമ്പിനെന്തോ ഹെൽപ്പിനൊക്കെ കയറിയിട്ടുണ്ട്, അല്ലാത്ത സമയത്ത് അപ്പം കുറച്ചുകൂടെ മെച്യൂർഡ് ആവാൻ വേണ്ടിയിട്ടാണ് അവർ മാറി താമസിക്കുന്നത്. എപ്പോഴും ഒരു ഇതുമായിട്ട് ഒതുങ്ങി കൂടുന്ന സമയത്ത് നമുക്ക് അവർ ചെയ്യുമല്ലോ, അവരുണ്ടല്ലോ, ഉമ്മയുണ്ടല്ലോ, അപ്പോൾ അവർ ചെയ്യും, നമ്മൾ അതിൽ ഒതുങ്ങി മാറും. എന്താ പറയുക, ഒന്നിനോട് നമുക്ക് ചെയ്യാൻ തോന്നില്ല. അവിടെ ഉമ്മയുണ്ടല്ലോ, അപ്പോൾ ഉമ്മ ചെയ്തോളും, നമ്മളിങ്ങനെ ഇതാക്കി അങ്ങനെ ഇരുന്നിരുന്ന് ഒന്നിനോടും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെയാവും. അപ്പോൾ നമുക്ക് നമ്മളായിട്ട് ഒറ്റയ്ക്കാവുന്ന സമയത്ത് എത്ര കുക്കിംഗ് അറിയാത്തവരും നമ്മളത് പഠിച്ചു പോകും. പെണ്ണുങ്ങളെന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. നമ്മളിപ്പോൾ ഒരു മാറി താമസിച്ച് നമുക്ക് ചുറ്റും ആളുകളുണ്ടെങ്കിൽ നമ്മൾ അതിന് മൈൻഡ് ചെയ്യില്ല. അപ്പോൾ ഞാനാണെങ്കിലും എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഒന്നും ഒരുപാടൊന്നും എനിക്ക് കുക്കിങ് കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഒരുപാട്, ഇപ്പോൾ കല്യാണം കഴിച്ച് കൊണ്ടുവന്നതിന് ശേഷം
ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പം ഞാനും ഇക്കായും എല്ലാം ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഉണ്ടാക്കും എല്ലാം. അപ്പം ഒട്ടുമിക്ക ഫുഡും എനിക്ക് ഉണ്ടാക്കാൻ അറിയാം. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും കുക്കിംഗ് അറിയായിരുന്നു, അറിയില്ല എന്നൊന്നും പറയുന്നില്ല. എന്നാലും ഒരുപാടൊന്നും ഞാൻ ഡിഷസും കാര്യങ്ങളൊന്നും അങ്ങനെ ഉണ്ടാക്കാറില്ലായിരുന്നു. ഇവിടെ വന്ന ശേഷം ഞാൻ ഒരുപാട് വെറൈറ്റികളും കാര്യങ്ങളും എല്ലാം യൂട്യൂബ് നോക്കിയിട്ടാണെങ്കിലും എൻ്റെ സ്വന്തമായിട്ടാണെങ്കിലും ഞാൻ ഒരുപാട് ഡിഷസ് ഉണ്ടാക്കുമായിരുന്നു. അപ്പം നമ്മൾ ഒറ്റയ്ക്ക് ആവുന്നത് തന്നെയാണ് ഏറ്റവും നല്ലതാണ് എനിക്ക് പേഴ്സണലി എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇതിന് താഴെ വന്നിട്ട് ഇങ്ങനെ കമൻ്റ് ഇടുന്നവരോട് എനിക്ക് പറയാനുള്ളത്, എല്ലാവർക്കും അവനവൻ്റേതായിട്ടുള്ളൊരു സ്വാതന്ത്ര്യം വേണം. അതുപോലെ തന്നെ എന്താ പറയുക, ഒരു ഇത് വേണം. മെച്ചൂർഡ് ആവണമെങ്കിൽ നമ്മൾ മാറി താമസിക്കുക തന്നെ വേണം. ഇപ്പോൾ ഒരു ഉമ്മയും വാപ്പാൻ്റെ കൂടെ അങ്ങനെ ഒതുങ്ങിക്കൂടുന്ന സമയത്ത് നമ്മൾ അതിൽ തന്നെ ഒതുങ്ങിക്കൂടും, അങ്ങനെ ആവാറുണ്ട്. അപ്പോൾ ആ ഒരു കാരണത്താൽ കൊണ്ട് അവരത് മാറിയത് ഏറ്റവും നല്ല കാര്യം തന്നെ എനിക്ക് പറയാനുള്ളൂ. ഒരു കൊഞ്ചലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ ജുബിക്കാണെങ്കിലും അവിടെ നിൽക്കുന്ന സമയത്ത് ഒരു മെച്ചൂർഡ് അല്ല പുള്ളിക്കാരി. ഇപ്പോൾ മാറുന്ന സമയത്ത് കുക്കിങ്ങും കുഞ്ഞിൻ്റെ കാര്യം എല്ലാം ഒറ്റയ്ക്ക് എടുക്കുന്ന സമയത്ത് പുള്ളിക്കാരി എന്താ പറയുക, ഒന്നുകൂടെ മെച്ചൂർഡാവും. അതുപോലെ തന്നെ ബാസിയാണെങ്കിലും അത്രയ്ക്ക് മെച്ചൂർഡായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും കൂടെ ഒക്കെ നിൽക്കുന്ന സമയത്ത് അത്ര മെച്ചൂർഡായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം നമ്മൾ മാറുന്ന സമയത്ത് ഒരുപാട് മാറ്റങ്ങൾ വരും. അതുകൊണ്ട് തന്നെ മാറി താമസിക്കുക പറയുന്നത് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ഒന്ന് കേട്ട് നോക്കൂ. കമന്റ് ബോക്സിൽ ചോദിച്ചു. ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മളുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മളുടെ വീട്ടുകാരൊക്കെ നമ്മളുടെ പുതിയ വീട്ടിലേക്ക് ക്ഷണിക്കാൻ പോവാണ്. ഓക്കെ, ആദ്യം ഞങ്ങൾ പ്ലാൻ ചെയ്തു അവിടെ പോയിട്ട് എല്ലാവരും വിളിക്കാന്നുള്ളത്. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഫോണിൽ വിളിക്കാമെന്ന്. കാരണം എൻ്റെ വീട്ടുകാർക്ക് ഓക്കെ ഇവിടെ അടുത്താണ്, ഇവിടുന്ന് ഒരു 1-2-3 കിലോമീറ്ററേ ഉള്ളൂ. ബഡ്ജുബിൻ്റെ വീട്ടിലേക്ക് ഇവിടുന്ന് 10-60 കിലോമീറ്റർ ഉണ്ട്. സോ 2 പേര് നമ്മൾ ഒരുമിച്ച് വിളിക്കാനാണ് തീരുമാനിച്ചത്. ഒരുമിച്ച് വരുമോ എന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വേറെ അവർക്ക് സൗകര്യമുള്ള ഒരു ദിവസം നമുക്ക് അവരുടെ വിരുന്ന് ഫിക്സ് ചെയ്യാം. ജുബിൻ്റെ മാരൊക്കെ കുക്കിംഗ് ഉണ്ടാവും. ഞാനും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വീട്ടുകാരൊക്കെ നിറയട്ട സാധനം. ഓക്കെ, അപ്പോൾ ഇതെന്താ വെക്കണത്? ഓല് വരുമ്പോൾ എന്താ വെക്കണ്ടേ? ബിരിയാണി. നമുക്കത് പുറത്തുനിന്ന് വാങ്ങല്ലേ? അതല്ലേ നല്ലതല്ലേ? വെറുതെ വിളിച്ചു കെട്ടിട്ട് അതൊക്കെ നെഗറ്റീവ് പറയിപ്പിക്കണോ? പറയിപ്പിക്കണോ? അതാണ് എനിക്ക് ഇഷ്ടം. ഞാൻ ഈ കൂടെ അനുഭവിക്കണം പറഞ്ഞിട്ടില്ലേനോ? പിന്നെ എങ്ങനെ പറ്റില്ലേ? അതൊന്നാമത് ഇത് എന്തായാലും ഇത് പോണ്ടാച്ചിട്ട് ഞാൻ പിന്നെ നേരെ വന്ന് കൂടിയതല്ലേ. പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങി ഫുള്ള് സെറ്റാണ്. ഞങ്ങളെ മരോള് കുക്കിങ് തുടങ്ങി, പിന്നെ ഞാൻ അനുഭവിക്കല് തുടങ്ങി. അപ്പോൾ വന്നു പോകുള്ളൂ പറഞ്ഞിട്ട് ഞാൻ വന്നു പോയിനല്ലോ. ഉമ്മനോടും മേമിനോടൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിക്കണ്. തിരക്ക് കഴിഞ്ഞിട്ട് നിങ്ങളെ വിളിച്ചാൽ ഉണ്ടാവില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് മറ്റേ ഷൂട്ട് അത് ഇത്. അപ്പൊ എന്താണ് ബാസിയുടെ വീട്ടിലേക്ക് ആദ്യം വിളിച്ചു. അവർ തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്നുള്ളത് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പോൾ അതാണ്, അപ്പം മാറി താമസിക്കുക പറയുന്നത് അത് ഇത്ര വലിയൊരു കുറ്റമൊന്നും അല്ല. അതുപോലെ തന്നെ എന്താ പറയാ, ജുബിയുടെ വീട്ടിലും വിളിക്കുന്നുണ്ട്. അവർ തമ്മിലും യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ അവർ എല്ലാവരും കൂടെ ആലോചിച്ചെടുത്ത തീരുമാനമായിരിക്കും. ഇപ്പോൾ വാടകയ്ക്കാണ് ഇരിക്കുന്നത്, പിന്നീടാണെങ്കിൽ സ്വന്തം വീടെടുത്തിട്ട് താമസിക്കാമല്ലോ. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ ബാസിയുടെ വീട്ടിൽ നിന്നാണെങ്കിലും അധികം ദൂരമൊന്നുമില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം എന്തുകൊണ്ടും മാറി താമസിക്കുന്നത് തന്നെയാണ് നല്ലത്. ഒരു ഇതുമായിട്ട് ഒതുങ്ങി കൂടാതെ മാറി താമസിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ ജുബി വീട്ടിലോട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുമെന്ന് കണ്ടു നോക്കൂ. മങ്ങളെന്താ നിങ്ങൾ ഇങ്ങോട്ട് പോരുന്നത്? നിങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി വിളിച്ച ഞാനൊന്ന് ഇൻവൈറ്റ് ചെയ്തോട്ടെ. അല്ല നിങ്ങൾ റസിയാമിനെ എല്ലാവരും കൂടി കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരും. അപ്പോൾ ജുബിയുടെ വീട്ടിലും വിളിച്ചു. അവരുടെ വീട്ടുകാർ തമ്മിലും യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ ഈ കമൻ്റ് ഇടുന്നവർക്കാണ് പ്രശ്നം. മാറി താമസിച്ചു, നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ കമൻ്റ് ഇട്ടിട്ടാണ് ആളുകൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവർക്കും ഇറിറ്റേഷൻ ആവും. ഇത് എന്തിനാ ഇങ്ങനെ അവരെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് മനസ്സിലാവില്ല. മാറി താമസിക്കുന്നത് ഇത്ര വലിയ കുറ്റമൊന്നുമല്ലല്ലോ. നമ്മളെപ്പോഴും നമ്മുടെ ഉമ്മാൻ്റെ പാപ്പാൻ്റെ കൂടെ തന്നെ ജീവിക്കണമെന്നൊന്നുമില്ലല്ലോ. ഒരു മാറ്റം എല്ലാവർക്കും നല്ലത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ കമൻ്റ് ഇടുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഓരോരുത്തർക്കും ഓരോരോ സ്വാതന്ത്ര്യം ഉണ്ടാകും. അതിലെന്തിനാണ് ഇങ്ങനെയുള്ള കമൻറ്റുകളിട്ട് അവരെ വേദനിപ്പിക്കുന്നതെന്ന് നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക് പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.